ദശലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ നശിപ്പിക്കപ്പെടുകയാണ്. പിന്നിലാകട്ടെ വമ്പൻ AI കമ്പനികളും. ഒരു ഡിസ്റ്റോപ്പിയൻ നോവൽ വായിക്കുന്ന പോലെയൊക്കെ തോന്നുമെങ്കിലും ഇത് യാഥാർത്ഥ്യമാണ്. കൂടുതൽ ശക്തമായ AI മോഡലുകളെ വികസിപ്പിക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനികൾ മത്സരിക്കുമ്പോൾ മറ്റൊരിടത്ത് അവർ വലിയ അളവിൽ പുസ്തകങ്ങൾ വാങ്ങുകയും അവയെ ഉപയോഗശൂന്യമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഇതിനു പിന്നിൽ? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. പുസ്തകങ്ങൾ വാങ്ങും, ഓരോ പേജും കീറും, സ്കാൻ ചെയ്യും, ശേഷം വലിച്ചെറിയും. ഇതാണ് കുറച്ചു നാളുകളായി AI കമ്പനികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 404 മീഡിയയുടെ സമീപകാല അന്വേഷണ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത് AI കമ്പനികൾ ഇടനിലക്കാർ വഴി ദശലക്ഷക്കണക്കിന് സെക്കൻഡ് ഹാൻഡ് ബുക്കുകൾ വാങ്ങിക്കൂട്ടുന്നുണ്ട് എന്നാണ്. 2022 മുൻപുള്ള പുസ്തകങ്ങളാണ് ഇത്തരത്തിൽ സ്കാനിങ്ങിന് വിധേയമാക്കുന്നത് എന്നാണ് വിവരം. എന്തിനെങ്ങനെ ചെയ്യുന്നു എന്നറിയാൻ AI ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന മോഡൽ കൊളാപ്സ് എന്ന പ്രശ്നത്തെക്കുറിച്ച് ആദ്യം അറിയണം. 2023 ChatGPT പോലുള്ള AI കമ്പനികൾ മുഖ്യധാരയിലേക്ക് എത്തുന്നതും വലിയ തോതിൽ പ്രചാരണം ലഭിക്കുന്നതും. അതിനുശേഷം AI ഉപയോഗിച്ച് സൃഷ്ടിക്കപ്പെട്ട ലേഖനങ്ങൾ, ബ്ലോഗുകൾ, വെബ്സൈറ്റുകൾ, സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ എന്നിവ ഇന്റർനെറ്റ് ആകെ നിറഞ്ഞു. പക്ഷേ ഇവയുടെ നിലവാരം സംബന്ധിച്ച് വലിയ ആക്ഷേപങ്ങളായിരുന്നു ഉയർന്നത്. കുറഞ്ഞ നിലവാരമുള്ളതും വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നതുമായ ഇത്തരം AI ജനറേറ്റഡ് ഉള്ളടക്കങ്ങൾ AI സ്ലോപ്പ് എന്നറിയപ്പെടാനും തുടങ്ങി. ഇതാണ് AI കമ്പനികളെ മനുഷ്യനാൽ എഴുതപ്പെട്ട പുസ്തകങ്ങളിലേക്ക് കടക്കാൻ പ്രേരിപ്പിച്ചത്. അവരുടെ ആശങ്ക സിമ്പിളായിരുന്നു. വരാനിരിക്കുന്ന AI മോഡലുകൾക്കും AI നിർമ്മിച്ച ഉള്ളടക്കം ഉപയോഗിച്ച് പരിശീലനം നൽകിയാൽ അതിന്റെ ഗുണനിലവാരം ക്രമേണ താഴേക്ക് പോകും. അത് തങ്ങളുടെ ഡിമാൻഡിനെ ബാധിക്കുകയും ചെയ്യും. അതിനവർ കണ്ടെത്തിയ മാർഗമാണ് പുസ്തകങ്ങൾ. AI കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകങ്ങൾ ഉയർന്ന നിലവാരമുള്ളവയാണ്. മനുഷ്യൻ എഴുതിയ ഈ പുസ്തകങ്ങൾ ഉപയോഗിച്ച് AIയെ പരിശീലിപ്പിച്ചാൽ മനുഷ്യർ ആവശ്യപ്പെടുന്ന നിലവാരത്തിലേക്ക് AIയെ ഉയർത്താം. അതിലൂടെ കൂടുതൽ വിശ്വാസ്യതയുള്ള ഒന്നായി വരുംകാല AIയെ വളർത്തിയെടുക്കാമെന്നും അവർ കണക്കുകൂട്ടുന്നുണ്ട്. 404 മീഡിയ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് AI കമ്പനികൾ ഇപ്പോൾ വലിയ തോതിൽ ഇടനിലക്കാരെ ഉപയോഗിച്ച് പുസ്തകങ്ങൾ വാങ്ങിക്കൂട്ടുന്നുണ്ട് എന്നാണ്. പുസ്തകങ്ങൾ കയ്യിൽ കിട്ടിയാൽ മെഷീനുകൾ ഉപയോഗിച്ച് അവയുടെ പുറംചട്ട നീക്കം ചെയ്യും. ഓരോ പേജും ഡിജിറ്റലൈസ് ചെയ്ത ശേഷം പുസ്തകങ്ങൾ ഉപേക്ഷിക്കും. ഇതാണ് രീതി. ഈ നീക്കം സെക്കൻഡ് ഹാൻഡ് പുസ്തക വിപണിയെ വലിയ തോതിൽ സഹായിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ആഴ്ചതോറുമുള്ള വിൽപ്പനയിലുണ്ടായത് 5 ഇരട്ടിയോളം വർധനയാണെന്നാണ് സെക്കൻഡ് ഹാൻഡ് പുസ്തകങ്ങൾ വിൽക്കുന്നവർ പറയുന്നത്. ഈ നീക്കത്തിനെതിരെ വിമർശനങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും അമേരിക്കയിലെ ഒരു കോടതി വിധിച്ചത് നിയമപരമായി വാങ്ങുന്ന പുസ്തകങ്ങൾ AIയെ പരിശീലിപ്പിക്കാൻ വേണ്ടി സ്കാൻ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നായിരുന്നു. നിലവിലെ ലോകത്തിലെ എല്ലാ പുസ്തകങ്ങളും സ്കാൻ ചെയ്യാനുള്ള പദ്ധതിയിലാണ് AI കമ്പനിയായ ആന്ത്രോപിക്. പ്രോജക്ട് പനാമ എന്നാണ് അതിന് നൽകിയിരിക്കുന്ന പേര്. മനുഷ്യന്റെ അറിവ് ഭാവിയിലേക്ക് കൂടി സംരക്ഷിക്കുകയാണ് തങ്ങൾ ചെയ്യുന്നത് എന്നാണ് AI കമ്പനികൾ അവകാശപ്പെടുന്നത്. എന്നാൽ ഈ പ്രക്രിയയിൽ അപൂർവവും വിലപ്പെട്ടതുമായ പല പുസ്തകങ്ങളും നശിപ്പിക്കപ്പെടുകയാണ് എന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്.